അറിയാതെയൊക്കെ ചിലപ്പം മനുഷ്യരല്ലേ, ചില തെറ്റുകളൊക്കെ പറ്റിപ്പോകും. അതൊക്കെ അതെ അതെ മനസ്സിലാക്കാൻ പറ്റും. അത് നിരന്തരമായിട്ട് പിന്നെയും പിന്നെ ആവർത്തിക്കാന്ന് പറഞ്ഞാൽ അത് അറിയാതെ പറ്റില്ല അതറിയാതെ എന്നുള്ളതാണ്. അതിൽ എന്തൊരു പ്രശ്നമുണ്ട്. ഹരീഷേട്ടൻ എന്തിങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ഉഷാറാവൂ. ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനിങ്ങനെ വരുമായിരുന്നു, ഓർഡറിൽ ഇങ്ങനെ വരുമായിരുന്നു. അല്ല, നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരുപാട് അതിനെപ്പറ്റി കോംപ്ലിക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. മേ ബി ഇപ്പോഴത്തെ തലമുറയ്ക്ക് നിങ്ങൾ ഒരുപാട് കണ്ടു വന്നവരാണ്. ഇപ്പോഴത്തെ തലമുറ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് കാണുന്നതല്ലോ. അപ്പൊ നമുക്ക് റിയാലിറ്റീനേക്കാൾ കൂടുതൽ അറിയുന്നത് സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള കാര്യങ്ങളാണ്. മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ലൈഫിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നത്. ചിലപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്രായമൊക്കെ ആവുമ്പോ ശരിയാവുമായിരിക്കും. ഒന്നുമില്ല, ചെറിയ സാധനമാണ്. ഇപ്പം വെറുതെ ഒരു ഉദാഹരണം, പേരെന്തായിരുന്നു? ബിൽറ്റ. ബിൽറ്റയുടെ അച്ഛന്റെ പേരെന്താ? എബ്രഹാം. എബ്രഹാമിന്റെ അച്ഛന്റെ പേരെന്താ? എബ്രഹാം. അയ്യോ, ചെറിയൊരു ഡൗട്ട് വന്നില്ലേ? അയ്യോ. ചെറിയ ഡൗട്ട് വന്നില്ലേ? അദ്ദേഹത്തിന് ഒരു അച്ഛനുണ്ടല്ലോ, ആ ഉണ്ട്. പറഞ്ഞ അച്ഛന്റെ അച്ഛൻ പപ്പയുടെ കേൾക്കണ്ട. നമുക്കറിയില്ല. അപ്പൊ അതായത് എന്നോട് ചോദിച്ചോളൂ, എനിക്ക് എന്റെ സ്ഥിതി തന്നെയായിരിക്കും. അതായത് ഒരു 3-4 തലമുറയ്ക്ക് അപ്പുറമുള്ള ചരിത്രം അറിയാത്ത നമ്മളാണ് ഈ കിടന്നിങ്ങനെ ലോകത്തിലെ അതാണ് എല്ലാ correct. പ്രശ്നങ്ങളും കൈകാര്യം